ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷനെ നമുക്ക് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കാം. എന്താണ് ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷനെ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം. ഇൻവേഴ്സിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്യാപിറ്റൽ എക്സിൽ നിന്നും ക്യാപിറ്റൽ വൈയിലേക്ക് ഡിഫൈൻ ചെയ്യും. ഇത് എക്സ് എന്ന് പറയുന്ന സെറ്റ്, ഇത് വൈ എന്ന് പറയുന്ന സെറ്റ്. എക്സിൽ നിന്നും വൈയിലേക്ക് നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. നമ്മൾ തിരിച്ച് എഫിന്റെ കോഡമനായ വൈയിൽ നിന്നും എഫിന്റെ ഡൊമൈനായ എക്സിലേക്ക് ജി എന്ന മറ്റൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് ജി ഈസ് എ ഫംഗ്ഷൻ ഫ്രം വൈ ടു എക്സ്. ഈ ജി എന്ന ഫംഗ്ഷനെ എഫിന്റെ ഇൻവേഴ്സ് എന്ന് പറയണമെങ്കിൽ എഫും ജിയും കൂടെയുള്ള കോമ്പോസിഷൻ എടുക്കുമ്പോൾ നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. അങ്ങോട്ട് കോമ്പോസിഷൻ എടുത്താലും തിരിച്ച് ഇങ്ങോട്ട് കോമ്പോസിഷൻ എടുത്താലും നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. അതായത് എഫ് കോമ്പോസിറ്റ് ജിയും ഐ ആയിരിക്കണം, ജി കോമ്പോസിറ്റ് എഫും ഐ ആയിരിക്കണം. ഇനി എവിടുത്തെ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ് വേണ്ടത്? എഫ് കോമ്പോസിറ്റ് ജി കണ്ടുപിടിക്കുമ്പോൾ ജിയുടെ ഡൊമൈൻ ഏതാണ്? വൈ. വൈയിലെ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. അതുപോലെ ജി കോമ്പോസിറ്റ് എഫ് എടുക്കുമ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷൻ എഫിന്റെ ഡൊമൈനായ എക്സിലെ ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ജി എന്ന ഫംഗ്ഷനെ എഫ് എന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ജിയെ എഫിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. റെപ്രസെന്റ് ചെയ്യുന്നത് എഫിന്റെ പവറായിട്ട് -1 ഇടുമ്പോൾ അതിനെ എഫ് ഇൻവേഴ്സ് എന്ന് വായിക്കും. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ജിയെ നമുക്ക് എഫിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ജി എഫിന്റെ ഇൻവേഴ്സ് ആകണമെങ്കിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത്? എക്സിൽ നിന്നും വൈയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എഫ് എങ്കിൽ എഫിന്റെ ഇൻവേഴ്സ് തിരിച്ച് വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കണം ഡിഫൈൻ ചെയ്യുന്നത്. ജി എന്ന ഫംഗ്ഷൻ എഫിന്റെ ഇൻവേഴ്സ് ആകണമെങ്കിൽ അവർ തമ്മിലുള്ള കോമ്പോസിഷൻ എഫ് കോമ്പോസിറ്റ് ജിയും ജി കോമ്പോസിറ്റ് എഫും നമുക്ക് കിട്ടേണ്ടത് ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആയിരിക്കണം. എഫ് കോമ്പോസിറ്റ് ജി കണ്ടുപിടിക്കുമ്പോൾ ജിയുടെ രണ്ടാമത് എഴുതുന്ന ജിയുടെ ഡൊമൈനിലെ ഐഡന്റിറ്റി ആയിരിക്കണം കിട്ടുന്നത്. ജി കോമ്പോസിറ്റ് എഫ് ചെയ്യുമ്പോൾ രണ്ടാമത് എഴുതുന്നത് എഫ് ആണ്, എഫിന്റെ ഡൊമൈനിലെ ഐഡന്റിറ്റി ആയിരിക്കണം കിട്ടുന്നത്. അപ്പോൾ എഫ് കോമ്പോസിറ്റ് ജി ഈസ് ഈക്വൽ ടു ഐ വൈ, ജി കോമ്പോസിറ്റ് എഫ് ഈസ് ഈക്വൽ ടു ഐ എക്സ്. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാം ജി എന്ന ഫംഗ്ഷൻ എഫിന്റെ ഇൻവേഴ്സ് ആണ്. ഇത് കൂടാതെ ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ കൂടിയുണ്ട്. ജി എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ ഒരു നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഉണ്ട്. എഫ് ഈസ് ബൈജക്റ്റീവ് ആയിരിക്കണം. അതായത് എഫ് ഈസ് 1 ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ എഫ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ബൈജക്റ്റീവ്. തിരിച്ചും പറയാം, എഫ് ഈസ് ബൈജക്റ്റീവ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈസ് ഇൻവേർട്ടിബിൾ. അപ്പോൾ എഫ് ഇൻവേർട്ടിബിൾ ആകണമെങ്കിൽ എഫ് 1 ഓൺ ടു ഫംഗ്ഷൻ ആയിരിക്കണം. തിരിച്ച് എഫ് 1 ഓൺ ടു ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഇൻവേർട്ടിബിൾ ആയിരിക്കും. ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. കൺസിഡർ ദി സെറ്റ് ക്യാപിറ്റൽ എസ് ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. Determine whether the function f from s to s defined below have inverses. Find f inverse if it exists. എന്താണ് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 ഒരു ഫൈനൈറ്റ് സെറ്റ് ആണ്. ഡിറ്റർമിൻ വെദർ ദി ഫംഗ്ഷൻ എഫ് ഫ്രം എസ് ടു എസ്, എസിൽ നിന്നും എസിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് എന്ന ഫംഗ്ഷൻ ഇവിടെ താഴെ തന്നിട്ടുണ്ട്. അതിന് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഫൈൻഡ് എഫ് ഇൻവേഴ്സ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ്. എഫ് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. അപ്പോൾ ആദ്യം ഇതിന് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് നോക്കിയാൽ മതി? ഫംഗ്ഷൻ 1 ഓൺ ടു ആണോ നോക്കിയാൽ മതി. 1 ആണോ എന്ന് എങ്ങനെയാണ് നോക്കുന്നത്? ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ആണോ? ഇമേജ് എന്ന് പറഞ്ഞാൽ രണ്ടാമത് എഴുതിയിരിക്കുന്ന എലമെന്റ്. രണ്ടാമത് എഴുതിയിരിക്കുന്ന എലമെന്റ് ഡിഫറെന്റ് ആണോ, അതായത് ആവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1, 1, 2, 2, 3, 3. രണ്ടാമത് എഴുതിയിരിക്കുന്ന 1, 2, 3 ആവർത്തിക്കുന്നില്ല. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ആണ്. അതുകൊണ്ട് ഇത് 1 ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒന്നാമത്തേനകത്ത് എയ്ക്കകത്ത് നിന്ന് നമുക്ക് ഇൻവേഴ്സ് എഴുതാം. എഫ് ഇൻവേഴ്സ് എഴുതാൻ ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ, അതായത് ഓർഡേർഡ് പെയേഴ്സ് ആയിട്ട് തന്നിട്ട് അതിനെ
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് തിരിച്ചിടുക. ഇത് രണ്ടും സെയിം തന്നെയാണ്. ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും ഓരോ ഓർഡേർഡ് പെയറിലും സെയിം ആയതുകൊണ്ട് തിരിച്ചെഴുതുമ്പോഴും അത് തന്നെയാണ് വരിക. 1 1 2 2 3 3. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനകത്ത് എഫ് ഇൻവേഴ്സ് ആരാണ്? സെറ്റ് ഓർഡേർഡ് പെയർ 1 1 2 2 3 3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ആണോ നോക്കാം. ഇവിടുത്തെ ഇമേജ് 2, ഇവിടുത്തെ ഇമേജ് 1, ഇവിടുത്തെ ഇമേജും 1. രണ്ട് എലമെന്റ്സിന് 2നും 3ക്കും സെയിം ഇമേജ് വന്നിട്ടുണ്ട്. 1 എന്നൊരു ഇമേജ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഡിഫറെന്റ് എലമെന്റ്സ് ആണ്, പക്ഷേ ഇമേജ് സെയിം ആണ്. അതുകൊണ്ട് ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജ് വന്നിട്ടില്ല. അതുകൊണ്ട് ഇത് 1 1 O2 ഫംഗ്ഷൻ അല്ല, അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യില്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഇസ് ഇക്വൽ ടു ഓർഡേർഡ് പെയർ 1 3 3 2 2 1. നോക്കിയേ, രണ്ടാമത്തെ എലമെന്റ് 3 2 1. രണ്ടാമത്തെ സെക്കൻഡ് എലമെന്റ് ആവർത്തിക്കുന്നില്ല. ഡിഫറെന്റ് എലമെന്റ്സിന് ഡിഫറെന്റ് ഇമേജസ് ആണ്. അതുകൊണ്ട് ഇത് 1 1 O2 ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. രണ്ടാമത്തേന് എഫ് ഇൻവേഴ്സ് ഡസ് നോട്ട് എക്സിസ്റ്റ്. മൂന്നാമത്തേതിന് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. 1 1 O2 ഫംഗ്ഷൻ ആണ്. ആരായിരിക്കും ഇൻവേഴ്സ്? ഓർഡേർഡ് പെയർ തിരിച്ചിട്ടാൽ മതി. 1 3 എന്നുള്ളത് 3 1, അടുത്തത് 3 2 എന്നുള്ളത് 2 3, അടുത്ത 2 1 എന്നുള്ളത് 1 2. ഇതാണ് എഫിന്റെ ഇൻവേഴ്സ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ലെറ്റ് എഫ് ഫ്രം n to y be a function defined as f of x is equal to 4x plus 3, where capital Y is equal to set small y element capital N such that y is equal to 4x plus 3 for some x element capital N. Show that f is invertible and find f inverse. എന്താണ് ക്വസ്റ്റ്യന്റെ അർത്ഥം? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നാച്ചുറൽ നമ്പേഴ്സിന്റെ സെറ്റിൽ നിന്നും ക്യാപിറ്റൽ എന്നിൽ നിന്നും y എന്ന മറ്റൊരു സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x പ്ലസ് 3 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. y എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നിൽ നിന്നും വൈയിലേക്കാണ്. y ആണ് ഇവിടെ കോഡൊമെയിൻ. ആ കോഡൊമെയിനായി y എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈയിൽ എങ്ങനെയുള്ള എലമെന്റ്സ് ആണ് വരുന്നത്? സ്മോൾ y എലമെന്റ് ക്യാപിറ്റൽ N, അതായത് നാച്ചുറൽ നമ്പേഴ്സിലെ എലമെന്റ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ ആ വൈകൾക്ക് പ്രത്യേകതയുണ്ട്. എന്താണ്? 4x y is equal to 4x plus 3 for some x element capital N. ക്യാപിറ്റൽ എന്നിലെ ഏതൊക്കെ എക്സുകൾക്കാണ് 4x plus 3 എന്ന വാല്യൂ വരുന്നത്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്നിലെ നാച്ചുറൽ നമ്പേഴ്സിലെ വാല്യൂസ് ആണ് സ്മോൾ എക്സ്. സ്മോൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 4x plus 3 എന്ന് വരുന്ന വൈകൾ ഏതൊക്കെയാണോ ആ വൈകൾ മാത്രമുള്ള സെറ്റാണ് ക്യാപിറ്റൽ വൈ. അതായത് ഫസ്റ്റ് സെറ്റ് നാച്ചുറൽ നമ്പേഴ്സ്, സെക്കൻഡ് സെറ്റ് ക്യാപിറ്റൽ വൈ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എക്സ് എടുത്താൽ അത് അവിടെ ചെല്ലുമ്പോൾ 4x plus 3 ആകണം. അങ്ങനെ വരുന്ന 4x plus 3കൾ മാത്രമുള്ള സെറ്റാണ് വൈ. എന്ന് വെച്ചാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ റേഞ്ച് ആണ് ഇവിടെ വൈ. കോഡൊമെയിൻ ആണ് വൈ. ഇവിടെ കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണ്. 4x plus 3 ആണ് എഫിന്റെ വാല്യൂ. ആ വാല്യൂസ് മാത്രം അടങ്ങുന്നത്, അതായത് എക്സുകൾ 4x plus 3യിലേക്ക് മാത്രമേ പോവുള്ളൂ. അങ്ങനെ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന 4x plus 3കൾ മാത്രമുള്ള സെറ്റാണ് വൈ. അതായത് വൈ എന്ന് പറഞ്ഞാൽ ഇവിടെ കോഡൊമെയിനുമാണ് റേഞ്ചുമാണ്. അപ്പോൾ y ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഷോ ദാറ്റ് f is invertible and find f inverse. f എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിച്ചിട്ട് f ന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനകത്ത് നമ്മുടെ 3 ഫംഗ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഫംഗ്ഷൻസിനകത്ത് പങ്കെടുക്കുന്ന എലമെന്റ്സ് ചേർത്തുള്ള ഓർഡേർഡ് പെയർ ഇനി തരുമായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുവാണ്. ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നതെന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് ജനറൽ ആയിട്ടാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ എഫ് ഇൻവെർട്ടിബിൾ ആണെന്ന് എങ്ങനെയാണ് കാണിക്കുന്നത്? എഫ് 1 1 O2 ആണെന്ന് കാണിക്കണം. ഡെഫിനിഷനകത്ത് നമ്മൾ പറഞ്ഞു എഫ് കോമ്പസിറ്റ് ജിയും ജി കോമ്പസിറ്റ് എഫും എന്ത് കിട്ടണം? ഐഡന്റിറ്റി ഫംഗ്ഷൻസ് കിട്ടണം. അപ്പോൾ എഫ് കോമ്പസിറ്റ് ജിയും ജി കോമ്പസിറ്റ് എഫും ചെയ്യണമെങ്കിൽ നമുക്ക് ആര് വേണം? ജി വേണം. ഇവിടെ എഫ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. നമ്മുടെ എഫ് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? എന്നിൽ നിന്നും വൈയിലേക്കാണ് എഫ് പോകുന്നത്.
അപ്പോൾ തിരിച്ച് വൈയിൽ നിന്നും എന്നിലേക്ക് വരുന്ന ഒരു ജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ആ ജീനെയാണ് നമ്മൾ എഫിന്റെ ഇൻവേഴ്സ് എന്ന് വിളിക്കേണ്ടത്. ആ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. എഫ് കോമ്പസിറ്റ് ജി ആൻഡ് ജി കോമ്പസിറ്റ് എഫ്, അത് രണ്ടും എന്തായിരിക്കണം? ഐഡന്റിറ്റി കിട്ടുക വേണം. അപ്പൊ നമുക്ക് ജി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഓൺ ടു ചെയ്യുന്നത് പോലെ, ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണോ ചെക്ക് ചെയ്യാൻ ചെയ്യുന്നത് പോലെ സെക്കൻഡ് സെറ്റിൽ നിന്നും ഒരു എലമെന്റ് എടുക്കുക. ലെറ്റ് സ്മോൾ ബൈ എലമെന്റ് ക്യാപിറ്റൽ ബൈ. നമുക്കറിയാം y ആരാണ്? y is equal to f of x ആണ്. f of x ആരാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. f of x is equal to 4x plus 3. ഇനി ഒന്നാമത്തെയും അവസാനത്തെയും കൂടി ഒന്നിച്ചെഴുതുക. y is equal to 4x plus 3. അപ്പോൾ y is equal to എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഇവിടെ കിടക്കുന്നത്. നമ്മൾ ഓൺ ടു ചെയ്യുന്നത് പോലെ x is equal to എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരണം. അപ്പൊ ഇതിന് എങ്ങനെ കൊണ്ടുവരാം? 3 ഇവിടെ കൊണ്ടുവന്ന് കുറയ്ക്കുന്നു. y minus 3 is equal to 4x. അപ്പോൾ x എന്ത് കിട്ടും? y minus 3 by 4. അപ്പോൾ x is equal to എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക്, ഈ ഫംഗ്ഷനെയാണ് നമ്മൾ g എന്ന് വിളിക്കുന്നത്. അപ്പോൾ y യിലുള്ള ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടി. നമ്മുടെ ഫംഗ്ഷൻ f of x എന്ന് പറയുന്നത് x ലുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. അതിനെ x is equal to എന്നുള്ള എക്സ്പ്രഷൻ ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് y യിലുള്ള ഒരു ഫംഗ്ഷൻ കിട്ടി. ഇതിനെ നമുക്ക് g of y എന്ന് വിളിക്കാം. ലെറ്റ് ഇറ്റ് ബി g of y. അതായത് g of y is equal to y minus 3 by 4. ഈ g വെച്ചിട്ട് വേണം f കോമ്പസിറ്റ് g യും g കോമ്പസിറ്റ് f നമുക്ക് കണ്ടുപിടിക്കാൻ. നമ്മൾ ആദ്യം f കോമ്പസിറ്റ് g ചെയ്യുന്നു. f കോമ്പസിറ്റ് g ആണ് രണ്ടാമത് വന്നിരിക്കുന്നത്. g യിലെ എലമെന്റ് ആണ്, അല്ലെങ്കിൽ g ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തിരിച്ച് y യിൽ നിന്നും എന്നിലേക്കാണ്. അപ്പോൾ y യിലെ എലമെന്റ് വേണം g ക്ക് കൊടുക്കാൻ. y യിലെ എലമെന്റിനെ നമ്മൾ സ്മോൾ y എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ f ഡോട്ട് g ഓഫ് y കണ്ടുപിടിക്കണം. f ഡോട്ട് g ഓഫ് y ഫോർമുല എന്താണ്? സർക്കിളിന്റെ ബേസിൽ ബ്രാക്കറ്റ് വരിക, f ഓഫ് g ഓഫ് y is equal to f ഓഫ് g ഓഫ് y യുടെ വില എഴുതുക. g ഓഫ് y എന്താണ്? y minus 3 by 4. ഇനി ആദ്യത്തെ എഴുതുന്നതിന് നമുക്ക് പാടില്ല, ബ്രാക്കറ്റിനുള്ളിലെ വാല്യൂ എഴുതാൻ. ക്വസ്റ്റ്യൻ നോക്കി അങ്ങ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന വാല്യൂ നോക്കി എഴുതിയാൽ മതി. ഇനി കണ്ടുപിടിക്കുമ്പോഴാണ് തെറ്റാതെ ചെയ്യേണ്ടത്. എഫ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് എന്ന് വരുന്നത്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നിടത്ത് ആരാണ് വന്നിരിക്കുന്നത്? y minus 3 by 4. എഫ് ഓഫ് എക്സിന്റെ വില എന്താ? 4x plus 3. അതായത് എക്സ് പുറത്ത് വന്നപ്പോൾ 4ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൂട്ടുക ചെയ്തത്. അപ്പോൾ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്ന ആളിനെ പുറത്ത് വരുമ്പോൾ എങ്ങനെയാ വരേണ്ടത്? ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് എന്താണോ അത് 4ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 3 കൂട്ടണം. 4ന്റെ കൂടെ നമ്മൾ ബ്രാക്കറ്റിലുള്ള ആളിനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. y minus 3 by 4 ആയിരുന്നു ബ്രാക്കറ്റിൽ. അപ്പോൾ 4ന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് 3. ഇവിടെ ആദ്യം എന്താ സംഭവിക്കുന്നത്? 4ഉം 4ഉം ക്യാൻസൽ ആയി, ബാക്കി y minus 3 plus 3. ഇനി എന്ത് ചെയ്യും? -3 plus 3 പോകും, ബാക്കി y. അപ്പോൾ നമ്മൾ f കോമ്പസിറ്റ് g ഏത് എലമെന്റിനെ എടുത്താണ് ചെയ്തത്? y എന്ന എലമെന്റിനെ എടുത്ത് ചെയ്തു. നമുക്ക് കിട്ടിയ ആൻസർ y. അപ്പോൾ f കോമ്പസിറ്റ് g y നെ മാപ്പ് ചെയ്ത് y യിലേക്ക് തന്നെ കൊണ്ടുപോയി. ഒരു എലമെന്റിനെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്യുമ്പോൾ ആ ഫംഗ്ഷനെ എന്താ വിളിക്കുക? ഐഡന്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ y കിട്ടിയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? i ഓഫ് y എന്ന് വിളിക്കാം. ഒരു എലമെന്റ് എടുത്തു വെച്ച് ചെയ്തു, ആൻസറും അതേ എലമെന്റ് കിട്ടിയാൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. അപ്പോൾ f കോമ്പസിറ്റ് g നമുക്ക് i എന്ന് കിട്ടി. അടുത്ത ആരെയാണ് കണ്ടുപിടിക്കേണ്ടത്? g കോമ്പസിറ്റ് f കണ്ടുപിടിക്കണം. g കോമ്പസിറ്റ് f. ഇവിടെ രണ്ടാമത് വന്നിരിക്കുന്നത് f ആണ്. f ലെ വാല്യൂസ് നമ്മൾ x എന്നാണ് എടുക്കുന്നത്. അപ്പോൾ g കോമ്പസിറ്റ് f ഓഫ് x എന്താണ്? ഫോർമുല അപ്ലൈ ചെയ്യുക, g ഓഫ് f ഓഫ് x. ഇനി g ഓഫ് f ഓഫ് x എഴുതാൻ നമുക്ക് അറിയാം. f ഓഫ് x നമുക്ക് തന്നിട്ടുണ്ട് 4x plus 3. g ഓഫ് 4x plus 3 ബ്രാക്കറ്റിനുള്ളിലെ വാല്യൂവിനെ നമുക്ക് എഴുതാൻ പാടില്ല. g ഓഫ് 4x plus 3 വരുമ്പോൾ ശ്രദ്ധിച്ചെഴുതണം. g ഓഫ് y നമുക്കറിയാം. g ഓഫ് y എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? y minus 3 by 4. അതായത് ബ്രാക്കറ്റിനുള്ളിൽ വന്ന ആൾ പുറത്തു വന്നപ്പോൾ എങ്ങനെ വന്നു? ബ്രാക്കറ്റിനുള്ളിൽ വന്ന എലമെന്റിന്റെ കൂടെ -3 ആദ്യം ചെയ്തു, പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിന്റെ ആൻസർ എഴുതുമ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ ഇത്രയും വന്നിട്ടുണ്ട്, 4x plus 3 വന്നിട്ടുണ്ട്. അതിൽ നിന്ന് 3 ആദ്യം മൈനസ് ചെയ്യണം, പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഈസ് ഈക്വൽ ടു 4x plus 3 എന്ന ബ്രാക്കറ്റിൽ വന്ന എലമെന്റ്, ആ ബ്രാക്കറ്റിൽ വന്ന എലമെന്റിനെ -3 ചെയ്യുക, ഹോൾ ഡിവൈഡഡ് ബൈ 4. ഇവിടെ ആദ്യം 3 ക്യാൻസൽ ആയി പോകും, ബാക്കി 4x by 4.
4x/4, 4ഉം 4 വെട്ടിപ്പോയിട്ട് ബാക്കി ആൻസർ എക്സ്. നമ്മൾ എന്തുവായിരുന്നു ചെയ്തത്? ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ആണ് ചെയ്തത്. എക്സിനെ മാപ്പ് ചെയ്ത് ജി കോമ്പസിറ്റ് എഫ് എവിടേക്ക് കൊണ്ടുപോയി? എക്സിലേക്ക് തന്നെ കൊണ്ടുപോയി. ഒരു എലമെന്റിനെ അതിലേക്ക് തന്നെ മാപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അതിനെ ആ ഫംഗ്ഷനെ എന്ത് വിളിക്കാം? ഐഡന്റിറ്റി ഫംഗ്ഷൻ. ഇവിടെ എവിടുത്തെ ഐഡന്റിറ്റിയാണ് കിട്ടിയത്? എക്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സെറ്റില് IN. അപ്പൊ നമുക്ക് എഫ് കോമ്പസിറ്റ് ജിയും കിട്ടി, ജി കോമ്പസിറ്റ് എഫും കിട്ടി. രണ്ടും നമുക്ക് ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആണെന്നാണ് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് പറയാം എഫിന്റെ ഇൻവേഴ്സ് ആണ് ജി. അപ്പോൾ therefore f inverse is equal to g. g ആരാണ്? g of y ആണ്. നമ്മൾ സാധാരണ ഒരു ഫംഗ്ഷൻ എഴുതുമ്പോൾ x വെച്ചാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ലാസ്റ്റ് ഈ ഫംഗ്ഷനെ g of x ആക്കി എഴുതാം. അപ്പോൾ g of y എന്ന് പറഞ്ഞാൽ y - 3/4 ആണ്. നമുക്ക് അതിനെ g of x ആക്കി എഴുതാം. therefore g of x is equal to y - 3/4 എന്നുള്ളത് x - 3/4 എന്നാക്കി എഴുതാം. എന്തൊക്കെയാ ചെയ്തത്? സെക്കൻഡ് സെറ്റിലെ ഒരു എലമെന്റ് എടുത്തു. ആ എലമെന്റിനെ y is equal to f of x എന്നുള്ള രീതിയിൽ 4x + 3 എന്ന് എഴുതി. അതിൽ നിന്ന് x is equal to എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൊണ്ടുവന്നു. അത് y-യിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ആ ഫംഗ്ഷനെ നമ്മൾ g എന്ന് വിളിച്ചു. അതിനുശേഷം f കോമ്പസിറ്റ് ജിയും g കോമ്പസിറ്റ് എഫും കണ്ടുപിടിച്ചു. ഈ രണ്ട് കോമ്പോസിഷനും ഐഡന്റിറ്റി ഫംഗ്ഷൻസ് ആണെന്ന് കിട്ടി. അങ്ങനെ കിട്ടിയാൽ നമുക്ക് പറയാം g എന്ന് പറയുന്ന ഫംഗ്ഷൻ f എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഇൻവേഴ്സ് ആണ്. അപ്പോൾ g of x എന്ന് പറഞ്ഞാൽ f ഇൻവേഴ്സിനെ നമുക്ക് x ആക്കി എഴുതാം. g of y എന്നായിരുന്നു നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. അതിനെ ഏറ്റവും അവസാനം കൊണ്ടുവരുമ്പോൾ g of x ആക്കി എടുത്ത് എഴുതാം. അപ്പോൾ g of x is equal to x - 3/4. ഇതാണ് എഫിന്റെ ഇൻവേഴ്സ്. Problems. Show that if f from r minus set 7/5 to r minus set 3/5 is defined by f of x is equal to 3x plus 4 divided by 5x minus 7, and g from r minus set 3/5 to r minus set 7/5 is defined by g of x is equal to 7x plus 4 divided by 5x minus 3. Then f composite g is equal to IA and g composite f is equal to IB, where IA and IB are the identity functions on capital A and capital B, where capital A is equal to r minus set 3/5 and capital B is equal to r minus set 7/5. ഇവിടെ എഫ് എന്നും ജി എന്നും രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്. എഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റിനെ റെഡ് കളറിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റിലേക്കാണ് ജി വന്ന് മാപ്പ് ചെയ്ത് വന്ന് നിൽക്കുന്നത്. അതായത് എഫ് എൻഡ് ചെയ്യുന്ന സെറ്റിൽ നിന്നാണ് ജി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സെറ്റുകൾ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളൂ. എഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റിനെ നമ്മൾ റെഡ് കളറിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാണ് ക്യാപിറ്റൽ ബി. അത് ക്വസ്റ്റ്യൻ്റെ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ജി സ്റ്റാർട്ട് ചെയ്യുന്ന സെറ്റ് നമ്മൾ ഗ്രീൻ കളറിലാണ് കാണിച്ചിരിക്കുന്നത്. അത് ക്യാപിറ്റൽ എ ആണ്. അതും ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം ബി ടു ക്യാപിറ്റൽ എ ആണ്. അതുപോലെ ജി ഈസ് എ ഫങ്ഷൻ ഫ്രം എ ടു ബി ആണ്. നമുക്കിവിടെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഷോ ദാറ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നത് എഫ് കോമ്പസിറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്യാപിറ്റൽ എയിലെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണെന്ന് കാണിക്കണം. അതായത് ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന സെറ്റിലെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണെന്ന് കാണിക്കണം. അതുപോലെ ജി കോമ്പസിറ്റ് എഫ് എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സെറ്റിലെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണെന്ന് കാണിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫ്രം ദി ക്വസ്റ്റ്യൻ എഫ് ഫ്രം ബി ടു എ ആൻഡ് ജി ഫ്രം എ ടു ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എഫ് കോമ്പസിറ്റ് ജി ആദ്യം കാണാം. വി ഹാവ് ടു ഫൈൻഡ് എഫ് കോമ്പസിറ്റ് ജി ഓഫ് എക്സ്. നമ്മുടെ ഫോമുല അനുസരിച്ച് എഫ് കോമ്പസിറ്റ് ജി ഓഫ് എക്സ് എങ്ങനെ എഴുതുന്നത്? ആ സർക്കിൾ മാറ്റിയിട്ട് അവിടെ ബ്രാക്കറ്റ് കൊടുത്താൽ മതി. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സിൻ്റെ വില നമ്മുടെ ക്വസ്റ്റ്യനിൽ ബ്ലൂ കളറിൽ തന്നിട്ടുണ്ട്. 7x plus 4 divided by 5x minus 3. ഇനി തെറ്റാതെ ശ്രദ്ധിച്ചെഴുതണം. എഫ് ഓഫ് എക്സിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കുക. ക്വസ്റ്റ്യനിൽ ആദ്യം ബ്രൗൺ കളറിൽ സൂചിപ്പിച്ചിരിക്കുന്നതാണ് എഫ് ഓഫ് എക്സ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ഒരു ബ്ലൂ കളറിലെ ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്ത് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് പുറത്ത് വന്നപ്പോൾ എഫിൻ്റെ ബ്രാക്കറ്റിലുള്ള എക്സ് പുറത്ത് വന്നപ്പോൾ എങ്ങനെയാണ് വന്നത്? ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ന്യൂമറേറ്ററിൽ 3 മൾട്ടിപ്ലൈ ചെയ്ത് എക്സ് വന്നിട്ടുണ്ട് +4. അപ്പോൾ ന്യൂമറേറ്റർ എങ്ങനെ വന്നേക്കുന്നത്?
എഫിൻ്റെ ബ്രാക്കറ്റിൽ കിടന്ന എക്സ് പുറത്ത് വന്നപ്പോൾ ന്യൂമറേറ്ററിൽ 3 മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ 4 ആഡ് ചെയ്തു. അപ്പം നമുക്ക് ഈ ഇപ്പോൾ എഴുതേണ്ട ഭാഗത്തെ ന്യൂമറേറ്ററിലേക്ക് നോക്കാം. അവിടെ ആ എക്സ്പ്രഷനാണ് എക്സിന് പകരം വന്നിരിക്കുന്നത്. ആ ബ്ലൂ കളറിലുള്ള ആ എക്സ്പ്രഷൻ അപ്പോൾ 3 മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 4 ആഡ് ചെയ്യണം. അവിടെയാണ് ന്യൂമറേറ്റർ സംഭവിക്കുന്നത്. ഇനി ഡിനോമിനേറ്ററിൽ എന്താണ് വരേണ്ടത്? എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്തേക്ക് നോക്കുക. എക്സ് ഡിനോമിനേറ്ററിൽ എങ്ങനെ വന്നേക്കുന്നത്? 5ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, -7 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഡിനോമിനേറ്ററിനകത്ത് 5ൻ്റെ കൂടെ ആ ബ്ലൂ കളറിലെ എക്സ്പ്രഷനാണ് എക്സിന് പകരം ഉള്ളത്. അത് 5ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, -7 ചെയ്യുക. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പ് എഴുതി. ഇനി നമുക്ക് വരേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരു ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും LCM എടുക്കണം. LCM എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റർ 5x - 3 ആണ്. അത് ന്യൂമറേറ്ററിലും 5x - 3 ആണ്, ഡിനോമിനേറ്ററിലും 5x - 3 ആണ്. അപ്പോൾ 5x - 3 LCM. മേളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം LCM ആയതുകൊണ്ട് LCM എടുത്ത ശേഷം ആ ഡിനോമിനേറ്റർ അങ്ങ് ക്യാൻസലായിപ്പോവും. അതുകൊണ്ട് നമുക്ക് മേളിൽ വരുന്നത് നോക്കാം. അപ്പോൾ 3 ഇൻറ്റു ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 7x + 4 പ്ലസ് 4 ഇൻറ്റു LCM ആയിട്ട് വരുന്ന 5x - 3 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എങ്ങനെ വരും? 5 ഇൻറ്റു ന്യൂമറേറ്ററിലുള്ള 7x + 4 -7 ഇൻറ്റു LCM ആയിട്ട് വരുന്ന 5x - 3. ഇനി ഇവിടെ രണ്ടിടത്തും 5x - 3 LCM ആയിട്ടല്ലാതെ വരും. അത് രണ്ടും അങ്ങ് ക്യാൻസലായിപ്പോവും. അതുകൊണ്ട് അത് ക്യാൻസലായി പോകുന്ന പാർട്ട് എഴുതിയിട്ടില്ല. = ഇനി ബ്രാക്കറ്റിനകത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. 7 × 3x 21x പ്ലസ് 3 × 4 12 പ്ലസ് 5x × 4 20x മൈനസ് 4 × 3 12. താഴെ വരുമ്പോൾ 7 × 5x 35x പ്ലസ് 5 × 4 20 മൈനസ് 7 × 5x മൈനസ് 35x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 7 × 3 21. ഇനി ഇപ്പോൾ എഴുതിയേക്കുന്നതിനകത്ത് ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ന്യൂമറേറ്ററിലും ക്യാൻസലായി പോവും, ഡിനോമിനേറ്ററിലും ക്യാൻസലായി പോവും. അപ്പോൾ ന്യൂമറേറ്ററിൽ 12 + 12 - 12 ക്യാൻസലാവും. ഡിനോമിനേറ്ററിൽ 35x - 35x ക്യാൻസലാവും. ബാക്കി 21x + 20x എന്ന് പറഞ്ഞാൽ 41x ബൈ താഴെ 20 + 21 41. അടുത്ത സ്റ്റെപ്പിൽ 41ഉം 41ഉം ക്യാൻസലായിട്ട് x എന്ന് കിട്ടും. അപ്പം നോക്കിക്കേ, എഫ് കോമ്പസിറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് എന്ന എലമെൻറ്റിനെ ആയിരുന്നു മാപ്പ് ചെയ്തത്. നമുക്ക് കിട്ടിയ ആൻസറും എക്സ് തന്നെയാണ്. അപ്പോൾ എഫ് കോമ്പസിറ്റ് ജി എക്സിനെ മാപ്പ് ചെയ്ത് എക്സിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പോൾ ഒരെലമെൻറ്റ് അതിലേക്ക് തന്നെ മാപ്പ് ചെയ്താൽ അവിടെ അത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആകും. അതുകൊണ്ട് ഈ ഐഡൻറ്റിറ്റി ഫംഗ്ഷനെ നമുക്ക് ക്യാപിറ്റൽ I എന്ന് വിളിക്കാം. ഇനി IA എന്ന് കൊടുത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ ഏത് സെറ്റിലെ ഐഡൻറ്റിറ്റി ആണെന്ന് നോക്കുന്നത്. നമ്മൾ ചെയ്ത എഫ് കോമ്പസിറ്റ് ജി നോക്കുക. എഫ് കോമ്പസിറ്റ് ജി എന്നുള്ള പാർട്ടിൽ രണ്ടാമത് കിടക്കുന്ന ഫംഗ്ഷൻ്റെ ഡൊമൈനിലെ ഐഡൻറ്റിറ്റി ആയിരിക്കും കിട്ടുന്നത്. രണ്ടാമത് കിടക്കുന്ന ജി ആണ്. ജി എവിടെ നിന്നാണ് പോകുന്നത്? ഗ്രീൻ സെറ്റിൽ നിന്നാണ് പോകുന്നത്. ഗ്രീൻ സെറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ A ആയിരുന്നു. അപ്പോൾ നമുക്ക് ഈ ഐഡൻറ്റിറ്റി ഫംഗ്ഷനെ IA എന്ന് വിളിക്കാം. therefore എഫ് കോമ്പസിറ്റ് ജി = IA. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ജി കോമ്പസിറ്റ് എഫ് ആണ്. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ്. ഫോമുല എഴുതുന്നു ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇപ്പോൾ നമുക്ക് ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എക്സ് ആണ് ആദ്യം എഴുതാൻ പറ്റുന്നത്. എഫ് ഓഫ് എക്സ് എഴുതാൻ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയാൽ മതി. ബ്രൗൺ കളറിൽ എഫ് ഓഫ് എക്സ് അതുപോലെ കിടപ്പുണ്ട്. 3x + 4 / 5x - 7. അടുത്ത സ്റ്റെപ്പാണ് തെറ്റാതെ ശ്രദ്ധിച്ചെഴുതേണ്ടത്. ജി ഓഫ് എക്സിലേക്ക് നോക്കുക. ജി ഓഫ് ഒരു എക്സ്പ്രഷനാണ് നമുക്കിപ്പോൾ എഴുതേണ്ടത്. അതിന് നമ്മൾ ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്ത് നോക്കുക. അവിടെ നമുക്കൊരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ന്യൂമറേറ്ററിൽ എങ്ങനെയാണ് എക്സ്, ജിയുടെ ബ്രാക്കറ്റിലുള്ള എക്സ് ന്യൂമറേറ്ററിൽ വന്നപ്പോൾ എന്താ ചെയ്തേക്കുന്നത്? 7ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു +4. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ന്യൂമറേറ്റർ നോക്കാം. അപ്പോൾ ഈ എക്സിന് പകരം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബ്രൗൺ കളറിലെ എക്സ്പ്രഷനാണ്. അത് 7ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു +4. ഡിനോമിനേറ്റർ വരുമ്പോഴോ ക്വസ്റ്റ്യനിൽ ജി ഓഫ് എക്സിലേക്ക് നോക്കിയേ. എക്സ് ഡിനോമിനേറ്ററിൽ എങ്ങനെ വന്നിരിക്കുന്നത്? 5ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് -3. അപ്പോൾ ഇവിടെ എഴുതേണ്ട അടുത്ത് നമുക്ക് ഡിനോമിനേറ്റർ വരുമ്പോൾ 5ൻ്റെ കൂടെ ആ എക്സിന് പകരമുള്ള അത്ര എക്സ്പ്രഷൻ, ആ ബ്രൗൺ കളറിലെ എക്സ്പ്രഷൻ -3 അങ്ങനെ എഴുതുക. അതിനുശേഷം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ നേരത്തെ ചെയ്ത പോലെ LCM എടുക്കുക. ഇവിടെ 5x - 7 ആണ് LCM. LCM എടുത്തു കഴിയുമ്പോൾ 7നെ ന്യൂമറേറ്ററിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 7 × 3x + 4 + 4ൻ്റെ കൂടെ LCM ആയിട്ട് എടുക്കുന്ന എക്സ്പ്രഷൻ 5x - 7 ഹോൾ ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ന്യൂമറേറ്റർ 3x + 4 -3 ഇൻറ്റു LCM ആയിട്ട് എടുക്കുന്ന 5x - 7.
ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള LCM അങ്ങ് ക്യാൻസലായി പോകും. ബാക്കി നമ്മളിനി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 7 × 3x 21x പ്ലസ് 7 × 4 28 പ്ലസ് 4 × 5x 20x മൈനസ് 4 × 7 മൈനസ് 28. താഴെ 5 × 3x 15x പ്ലസ് 5 × 4 20 മൈനസ് 3 × 5x 15x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 3 × 7 21. ഇവിടെയും ബ്രൗൺ കളറിൽ കൊടുത്തിരിക്കുന്നതെല്ലാം ക്യാൻസലായി പോകുന്നതാണ്. അവർ വെട്ടിപ്പോയിട്ട് ബാക്കി 21xും 20xും കൂടെ 41x. താഴെ 20 + 21 41. ഇവിടെയും 41 മേളിലും താഴെയും ക്യാൻസലായി പോയിട്ട് ബാക്കി x വരും. അപ്പോൾ ഇവിടെ G കോമ്പസിറ്റ് F എക്സിനെ മാപ്പ് ചെയ്ത് എക്സിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ക്യാപിറ്റൽ I എന്ന് നമുക്ക് വിളിക്കാം. B എന്ന് കൊടുക്കാൻ കാര്യം ഇവിടെ G കോമ്പസിറ്റ് Fൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ F ആണ്. F സ്റ്റാർട്ട് ചെയ്യുന്നത് റെഡ് കളറിലെ ഇതിൽ നിന്നാണ്. അത് B ആണ്. അപ്പോൾ x = നമുക്ക് IB എന്ന് എഴുതാം. B ആണെന്ന് ക്വസ്റ്റ്യനിലുണ്ടല്ലോ. ക്വസ്റ്റ്യനിൽ ലാസ്റ്റ് കിടപ്പുണ്ട് റെഡ് കളറിൽ തന്നിരിക്കുന്നത് B ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഐഡൻറ്റിറ്റി നമുക്ക് IB എന്ന് എഴുതാം. ദാറ്റ് ഈസ് G കോമ്പസിറ്റ് F = IB. അടുത്തത് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻസിനകത്തെ പ്രോബ്ലംസ് ആണ്. ക്വസ്റ്റ്യൻ: ലെറ്റ് ക്യാപിറ്റൽ Y = set n² such that n element capital N subset capital N. Consider f from capital N to capital Y as f of n = n². Show that f is invertible. Find the inverse of f. ക്വസ്റ്റ്യനകത്ത് എഫ് എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റായ ക്യാപിറ്റൽ എന്നിൽ നിന്നും ക്യാപിറ്റൽ വൈ എന്നൊരു സെറ്റിലേക്കാണ്. ക്യാപിറ്റൽ വൈ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. y = set n² such that n element capital N. ക്യാപിറ്റൽ എന്നിലുള്ള ഓരോ നാച്ചുറൽ നമ്പറിനും കറസ്പോണ്ടിങ് ആയിട്ട്, നാച്ചുറൽ നമ്പറിനെ നമ്മൾ ജനറലായിട്ട് n എന്ന് സ്മോൾ n എന്ന് വിളിക്കും. ആ ഓരോ സ്മോൾ എന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന n², അതായത് ഓരോ എന്നിൻ്റെയും സ്ക്വയർ, ആ n² മാത്രമുള്ള ഫംഗ്ഷൻ ഒരു സെറ്റാണ് ക്യാപിറ്റൽ വൈ. അങ്ങനെയാണ് ക്യാപിറ്റൽ വൈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന സബ്സെറ്റ് ക്യാപിറ്റൽ N ആണെന്നും തന്നിട്ടുണ്ട്. അതായത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സബ്സെറ്റാണ് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്ന സെറ്റ്. അതിനകത്തുള്ള എലമെൻറ്റ്സ് എല്ലാം എങ്ങനെ ഇരിക്കും? ഓരോ നാച്ചുറൽ നമ്പറിൻ്റെയും സ്ക്വയറുകൾ മാത്രമുള്ള സെറ്റാണ് ക്യാപിറ്റൽ വൈ. ഇനി ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്ത് നോക്കുക. f of n = n². f of n എന്ന് പറഞ്ഞാൽ എന്നിനെ മാപ്പ് ചെയ്ത് f എങ്ങോട്ട് കൊണ്ടുപോകുന്നു? n²ലേക്ക്. അതായത് ഓരോ എന്നുകളും ഫസ്റ്റ് സെറ്റിലെടുത്താൽ സെക്കൻഡ് സെറ്റിൽ അത് എങ്ങോട്ടാണ് പോകുന്നത്? n²ലേക്ക് പോകുന്നു. ആ n² മാത്രമുള്ള സെറ്റാണ് സെക്കൻഡ് സെറ്റ് എന്ന് ആദ്യം പറഞ്ഞിട്ടുമുണ്ട്. അതായത് നമ്മുടെ ഇവിടെ കോഡമൈൻ ക്യാപിറ്റൽ വൈ ആണ്. ആ കോഡമൈൻ ഇവിടെ റേഞ്ചുമാണ്. കാരണം n²കൾ മാത്രമേ വൈയിലുള്ളൂ. n²ലേക്കാണ് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്നത്. അതായത് ഫംഗ്ഷൻ മാപ്പ് ചെയ്യുന്ന n²കൾ മാത്രമുള്ള സെറ്റാണ് ക്യാപിറ്റൽ വൈ. അതായത് മാപ്പിങ്ങിൽ പങ്കെടുക്കുന്നവർ മാത്രമുള്ളത് കൊണ്ട് ക്യാപിറ്റൽ വൈ എന്ന് പറയുന്നത് ഇവിടെ കോഡമൈനുമാണ് റേഞ്ചുമാണ്. ഈ കോഡമൈനും റേഞ്ചും ഒന്നാണ് എന്ന് വരത്തക്ക രീതിയിൽ ക്വസ്റ്റ്യൻ തരുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ ഫംഗ്ഷൻ ഓൺ ടു ആക്കാൻ വേണ്ടിയിട്ടാണ്. കോഡമൈനും റേഞ്ചും നമുക്ക് ഒന്നിച്ച് വരുന്നത് എപ്പോഴാണ്? സെയിം ആയിട്ട് വരുന്നത് എപ്പോഴാണ്? ഫംഗ്ഷൻ ഓൺ ടു ആകുമ്പോഴാണ്. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യനകത്ത് കോഡമൈനും റേഞ്ചും ഈക്വൽ ആണെന്നുള്ള രീതിയിലാണ് സെക്കൻഡ് സെറ്റ് തരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി തരുന്നതാണ്. ഇനി നമുക്ക് എന്താണ് കാണിക്കേണ്ടത്? ഷോ ദാറ്റ് എഫ് ഈസ് ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കണം. ഓൾസോ ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത്? എഫ് ഇൻവെർട്ടിബിൾ ആണെന്ന് കാണിക്കാൻ നമുക്ക് എഫ് കോമ്പസിറ്റ് ജിയും ജി കോമ്പസിറ്റ് എഫും കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ജി വേണം. ആ ജി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് y = f of x എന്നുള്ള രീതിയിൽ നമ്മൾ ഫംഗ്ഷൻ എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് x = എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ടുവരുന്നു. ആ എക്സ്പ്രഷനെയാണ് നമ്മൾ ജി എന്ന് വിളിക്കുന്നത്. അതിനുശേഷം എഫ് കോമ്പസിറ്റ് ജിയും ജി കോമ്പസിറ്റ് എഫും കണ്ടുപിടിക്കണം. നമുക്കിവിടെ ഫംഗ്ഷൻ f of n = n² എന്നാണ് തന്നിരിക്കുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് പോയിരിക്കുന്നതുകൊണ്ടാണ് ഫംഗ്ഷൻ അങ്ങനെ ഡിഫൈൻ ചെയ്ത് തന്നേക്കുന്നത്. നമുക്ക് അങ്ങനെ തന്നെ എടുക്കണമെന്നില്ല. നമ്മളെപ്പോഴും കേട്ടിരിക്കുന്നത് f of x എന്നുള്ള രീതിയിലാണല്ലോ. അതുകൊണ്ട് എന്നിൻ്റെ സ്ഥാനത്ത് നമുക്ക് x കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഫംഗ്ഷനെ നമ്മൾ നോർമലി നമ്മൾ പഠിച്ചിരിക്കുന്ന രീതിയിലാക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ x ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് n ഇട്ട് വേണമെങ്കിലും ചെയ്യാം, x ഇട്ട് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഗിവൺ f of n = n² എന്നുള്ളതിന് പകരം f of x = x² ഫോർ x എലമെൻറ്റ് ക്യാപിറ്റൽ N. നമ്മൾ ഓൺ ടു ചെയ്യുന്നത് പോലെയാണ് ജി കണ്ടുപിടിക്കാൻ പോകുന്നത്. സെക്കൻഡ് സെറ്റിൽ നിന്ന് ഒരു y എടുക്കുന്നു.
സെക്കൻഡ് സെറ്റ് ക്യാപിറ്റൽ വൈയിൽ നിന്നും ഒരു സ്മോൾ വൈ എടുക്കുന്നു. ലെറ്റ് സ്മോൾ വൈ എലമെൻറ്റ് ക്യാപിറ്റൽ വൈ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കൊടുക്കുക. y ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ആരാണ്? എൻ സ്ക്വയർ ആയിരുന്നു. അതിനെ നമ്മൾ എക്സ് ആക്കി എഴുതുമ്പോൾ എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇനി ഫസ്റ്റിലുള്ളതും ലാസ്റ്റിലുള്ളതും കൂടെ കൂട്ടി വായിക്കുക. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇംപ്ലൈസ് അതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കണം. രണ്ടിടത്തും സ്ക്വയർ റൂട്ട് എടുക്കുക. എക്സ് സ്ക്വയറിൻ്റെ പ്ലേസിൽ എക്സ് വരും, വൈൻ്റെ പ്ലേസിൽ റൂട്ട് വൈ വരും. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്നുള്ളൊരു എക്സ്പ്രഷൻ കിട്ടി. അതിനെ നമുക്ക് ജി ഓഫ് വൈ എന്ന് വിളിക്കാം. ലെറ്റ് ഇറ്റ് ബി ജി ഓഫ് വൈ. അപ്പോൾ ജി ഓഫ് വൈ കിട്ടി. ഇനി നമുക്ക് അപ്പോൾ ജി ആയി നമുക്കിനി ജി കോമ്പസിറ്റ് എഫും എഫ് കോമ്പസിറ്റ് ജിയും കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല അനുസരിച്ച് ജി ഓഫ് എഫ് ഓഫ് എക്സ്. ഇനി ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എക്സ് ആണ് വന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആരെ എഴുതാം? എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഇസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് സ്ക്വയർ. ഇനി ജി ഓഫ് എക്സ് സ്ക്വയർ എഴുതുമ്പോഴാണ് തെറ്റാതെ ശ്രദ്ധിക്കേണ്ടത്. ജി ഓഫ് എക്സ് എന്താണ്? ജി ഓഫ് എക്സ് അല്ല, നമുക്ക് ജി ഓഫ് വൈ ആണ്. ജി ഓഫ് വൈ എന്താണ്? റൂട്ട് വൈ. അതായത് ബ്രാക്കറ്റിനുള്ളിലെ വൈ പുറത്ത് വന്നപ്പോൾ റൂട്ടിനകത്ത് ആ ബ്രാക്കറ്റിനുള്ളിൽ വന്ന എന്താണോ അത് റൂട്ടിനകത്ത് വന്നു. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് സ്ക്വയർ, ബ്രാക്കറ്റിനുള്ളിൽ എക്സ് സ്ക്വയർ ആണ് വന്നത്. അപ്പോൾ അത് റൂട്ടിനകത്ത് വരുന്ന പോലെ എഴുതുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. റൂട്ടും സ്ക്വയറും കൂടെ പരസ്പരം അങ്ങില്ലാതാകും. ബാക്കി ആൻസർ ക്യാപിറ്റൽ എക്സ് അല്ല സ്മോൾ എക്സ്. സ്മോൾ എക്സ്. അപ്പോൾ എക്സിനെ മാപ്പ് ചെയ്ത് ജി കോമ്പസിറ്റ് എഫ് എക്സിലേക്ക് തന്നെ കൊണ്ടുപോയി. അതുകൊണ്ട് നമുക്കിതൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണെന്ന് പറയാം. ഇനി എവിടുത്തെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്? എഫ്, രണ്ടാമത്തെ ജി കോമ്പസിറ്റ് എഫിൽ രണ്ടാമത് കിടക്കുന്ന എഫ് ആണ്. എഫ് മാപ്പ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ക്യാപിറ്റൽ എൻ ആണ് എഫിൻ്റെ ഡൊമൈൻ. അതുകൊണ്ട് എന്നിലെ ഐഡൻറ്റിറ്റി ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ഐയെ ഐ എൻ എന്ന് വിളിക്കാം. അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് കോമ്പസിറ്റ് ജി ആണ്. എഫ് കോമ്പസിറ്റ് ജി ഓഫ് ജിക്ക് നമ്മൾ ജി ഓഫ് വൈ എന്നാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ രണ്ടാമത് വരുന്ന ഫംഗ്ഷൻ്റെ വെച്ചിട്ട് വേണം എലമെൻ്റ് എഴുതാൻ. അപ്പോൾ എഫ് കോമ്പസിറ്റ് ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു ഫോർമുല എഫ് ഓഫ് ജി ഓഫ് വൈ. ഇനി ബ്രാക്കറ്റിനുള്ളിലെ ജി ഓഫ് വൈ എഴുതാൻ നമുക്കറിയാം. ജി ഓഫ് വൈ ഉണ്ട്, ബ്ലൂ കളറിൽ തന്നിട്ടുണ്ട്. ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എന്നുള്ളതിന് ബ്രാക്കറ്റിനകത്ത് ജി ഓഫ് വൈയുടെ വില കൊടുത്തു, റൂട്ട് വൈ ഇസ് ഇക്വൽ ടു. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് എഫ് ഓഫ് റൂട്ട് വൈ. നമുക്ക് എന്താ അറിയാവുന്നത്? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ആണ്. ബ്രാക്കറ്റ് വന്ന ആൾ പുറത്ത് വരുമ്പോൾ സ്ക്വയർ ആകും. അപ്പോൾ ഇവിടെ എഫ് ഓഫ് റൂട്ട് വൈ എന്ത് വരും? ബ്രാക്കറ്റ് വന്നിരിക്കുന്ന റൂട്ട് വൈ ആണ്. റൂട്ട് വൈ പുറത്ത് വരുമ്പോൾ റൂട്ട് വൈയുടെ സ്ക്വയർ. ഇനി റൂട്ട് വൈയുടെ സ്ക്വയർ ആരാ? സ്ക്വയറും റൂട്ടും കൂടെ അങ്ങ് പോയിട്ട് ബാക്കി വൈ. അപ്പോൾ വൈനെ മാപ്പ് ചെയ്ത് എഫ് കോമ്പസിറ്റ് ജി എവിടേക്ക് കൊണ്ടുപോയി? വൈയിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എവിടുത്തെയാണ്? വൈ എവിടുത്തെ എലമെൻ്റാണ്? അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന രണ്ടാമത്തെ സെറ്റ് എവിടെ? അതിൻ്റെ ഡൊമൈനാണ് ക്യാപിറ്റൽ വൈ. എഫ് ഫ്രം എൻ ടു വൈ ആണെങ്കിൽ ജി ഫ്രം എവിടെ നിന്ന് അങ്ങോട്ടായിരിക്കും? തിരിച്ച് വൈയിൽ നിന്നും എന്നിലേക്കായിരിക്കും. അതുകൊണ്ടാണ് നമ്മളതിനെ ഐ വൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടും ജി കോമ്പസിറ്റ് എഫും എഫ് കോമ്പസിറ്റ് ജിയും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആണെന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം therefore എഫ് ഇസ് ഇൻവേർട്ടിബിൾ ആൻഡ് ജി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. നമുക്ക് ലാസ്റ്റ് നമുക്ക് ജി ഓഫ് വൈ എന്നൊക്കെ എക്സ്പ്രഷൻ കിട്ടിയത്. പക്ഷേ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആ ജി ഓഫ് വൈനെ ജി ഓഫ് എക്സ് ആക്കി എടുത്തെഴുതി കാണിക്കണം. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ജി ആണ്. അതിനെ ജി ഓഫ് എക്സ് എന്ന് വിളിക്കാം. ജി ഓഫ് വൈ റൂട്ട് വൈ ആയിരുന്നു. അപ്പോൾ ജി ഓഫ് എക്സിനെ എങ്ങനെ എഴുതാം? വൈൻ്റെ സ്ഥാനത്ത് എക്സ് എടുത്ത് എഴുതിയാൽ മതി. ജി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു റൂട്ട് എക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, if f of x is equal to 4x plus 3 divided by 6x minus 4, x not equal to 2 by 3. Show that f composite f of x is equal to x for all x not equal to 2 by 3. What is the inverse of f? ഇവിടെ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 4x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6x മൈനസ് 4 എന്നാണ്. ഇതൊരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ ആകുമ്പോൾ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആണ് കൊടുക്കേണ്ട കണ്ടീഷൻ. ഇവിടെ അപ്പോൾ ഡിനോമിനേറ്റർ 6x മൈനസ് 4 നോട്ട് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് നോട്ട് ഈക്വൽ ടു 2/3 എന്ന് കിട്ടും. അതുകൊണ്ടാണ് ആ കണ്ടീഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എഫ് കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ് കൊണ്ടുവരേണ്ടത്. നമുക്കത് ചെയ്യാം. ആൻസർ എഫ് കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഫോർമുല എഫ് ഓഫ് എക്സ് is equal to f of ബ്രാക്കറ്റിനുള്ളിൽ വന്നിരിക്കുന്ന എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് ക്വസ്റ്റിനിൽ തന്ന എക്സ്പ്രഷൻ കൊടുക്കാം. 4x പ്ലസ് 3 ഡിവൈഡഡ് ബൈ 6x മൈനസ് 4 ഇസ് ഇക്വൽ ടു. ഇനി എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ക്വസ്റ്റിനിൽ എഫ് ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്നത്. അവിടെ ഒരു ന്യൂമറേറ്ററും ഉണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്. ബ്രാക്കറ്റിനുള്ളിലെ എക്സ് പുറത്ത് വന്നപ്പോൾ ന്യൂമറേറ്ററിൽ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? 4ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 3 ചെയ്തു. അപ്പോൾ ഇവിടെയും നമ്മൾ എഫ് ഓഫ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റ് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ പുറത്ത് വരുമ്പോൾ 4ൻ്റെ കൂടെ ആ എക്സ്പ്രഷൻ മൾട്ടിപ്ലൈ ചെയ്യണം, പ്ലസ് 3 കൊടുക്കണം. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് 4 ഇൻറ്റു ആ എക്സ്പ്രഷൻ പ്ലസ് 3 കൊടുക്കാം. ഡിനോമിനേറ്റർ എന്താണെന്ന് ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ നോക്കിയേ. ഡിനോമിനേറ്റർ 6x മൈനസ് 4 എന്നാണ്.
അതായത് എക്സിനെ 6നോട് മൾട്ടിപ്ലൈ ചെയ്തു -4 ചെയ്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ആ എക്സ്പ്രഷനാണ് കൊടുക്കേണ്ടത്. 6 ഇൻറ്റു ആ എക്സ്പ്രഷൻ -4. ഇനി എന്ത് വരും? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഓരോ ഫ്രാക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് മുകളിലും താഴെയും LCM എടുക്കേണ്ടി വരും. 6x - 4 ആണ് ഇവിടെ LCM. ആ LCM എടുക്കുമ്പോൾ ന്യൂമറേറ്ററിൽ എന്ത് വരും? 4 ഇൻറ്റു ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ 4x + 3 പ്ലസ് 3 ഇൻറ്റു LCM ആയിട്ട് എടുക്കുന്ന 6x - 4. താഴെ ഡിനോമിനേറ്ററിൽ 6 ഇൻറ്റു ന്യൂമറേറ്റർ 4x + 3 -4 ഇൻറ്റു LCM ആയിട്ട് എടുക്കുന്ന 6x - 4. ഇത് കൂടാതെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ആ LCM രണ്ടും സെയിം ആയതുകൊണ്ട് അത് ക്യാൻസലായി പോകും. അതവിടെ കാണിച്ചിട്ടില്ല. = ഇനി നമ്മൾ അകത്തേക്ക് ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 × 4x = 16x പ്ലസ് 4 × 3 12 പ്ലസ് 3 × 6x 18x മൈനസ് 3 × 4 -12. ഡിനോമിനേറ്ററിൽ വരുമ്പം 6 × 4x 24x പ്ലസ് 6 × 3 18 മൈനസ് 4 × 6x -24x മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 4 × 4 16. ഇവിടെ ന്യൂമറേറ്ററിൽ +12ഉം -12ഉം ക്യാൻസലായി പോകും. ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 24xഉം -24xഉം ക്യാൻസലായി പോകും. ബാക്കി വരുന്നത് 16xഉം 18xഉം കൂടെ കൂട്ടുമ്പോൾ ന്യൂമറേറ്ററിൽ 34x, ഡിനോമിനേറ്ററിൽ 18ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ 34. 34ഉം 34ഉം കൂടെ ക്യാൻസലായിട്ട് ബാലൻസ് വരുന്നത് x. അപ്പോൾ കോമ്പസിറ്റ് f ഓഫ് x എന്ന് പറയുന്നത് എക്സിനെ മാപ്പ് ചെയ്ത് ആൻസർ x തന്നെ കിട്ടി. ദെർഫോർ അതൊരു ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഫോർ x ≠ = 2/3. അത് നമ്മൾ പറഞ്ഞായിരുന്നു. ഡിനോമിനേറ്റർ ≠ 0 എന്നുള്ള കണ്ടീഷൻ കൊടുക്കുമ്പോൾ x ≠ 2/3 എന്നുള്ള കണ്ടീഷൻ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് കോമ്പസിറ്റ് f എന്ന് പറയുന്നത് i ആയതുകൊണ്ട് നമുക്ക് എന്തായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? ഇൻവേഴ്സ് ഓഫ് f. ഒരു ഫംഗ്ഷനും മറ്റൊരു ഫംഗ്ഷനും കൂടി കോമ്പസിഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടിയാൽ നമ്മൾ എന്താണ് ഡെഫിനിഷനകത്ത് പറഞ്ഞിരുന്നത്? ഓരോ ഫംഗ്ഷനും മറ്റേ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. ഇവിടെ എഫിൻ്റെ കൂടെ എഫിനെ തന്നെ കോമ്പസിഷൻ ചെയ്തപ്പോഴാണ് നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടിയത്. അതുകൊണ്ട് എഫിൻ്റെ ഇൻവേഴ്സ് എന്ത് തന്നെയാണ്? എഫ് തന്നെയാണ്. സാധാരണ നമ്മൾ പറയുന്നത് കോമ്പസിറ്റ് g = g കോമ്പസിറ്റ് f. രണ്ടും i കിട്ടിയാൽ നമ്മൾ ജിനെ എഫിൻ്റെ ഇൻവേഴ്സ് ആണെന്നും തിരിച്ച് എഫിനെ ജിൻ്റെ ഇൻവേഴ്സ് ആണെന്നും പറയും. ഇവിടെ കോമ്പസിറ്റ് f ഓഫ് x = i കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം എഫിൻ്റെ ഇൻവേഴ്സ് എഫ് തന്നെയാണ്. f ഈസ് ദ ഇൻവേഴ്സ് ഓഫ് f ഓർ f ഇൻവേഴ്സ് = f itself. അടുത്ത ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് f ഫ്രം ക്ലോസ്ഡ് -1 1 to capital R given by f of x = x/x + 2 is 1 1. Find the inverse of the function f from closed -1 1 to range f. f എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് -1 1ൽ നിന്നും ക്യാപിറ്റൽ ആറിലേക്കാണ് ആദ്യം ഡിഫൈൻ ചെയ്തിരുന്നത്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന f of x = x/x + 2 എന്നാണ്. അത് 1 1 ആണെന്ന് നമുക്ക് ആദ്യം കാണിക്കണം. അതിനുശേഷം ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ട ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ കോഡൊമൈൻ മാറ്റിയിട്ട് റേഞ്ച് എഫ് എന്ന് ആക്കിയിട്ടുണ്ട്. റേഞ്ച് എഫ് എന്നാക്കാൻ കാര്യം കോഡൊമൈനും റേഞ്ചും ഈക്വലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടാമത്തെ ഡെഫിനിഷനകത്ത്. അപ്പോൾ കോഡൊമൈനും റേഞ്ചും ഈക്വലാക്കിയത് എന്തിനാണ്? ഓൺ ടു ഫംഗ്ഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഓൺ ടു ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം 1 1 ആണെന്ന് കാണിക്കണം. 1 1 ആണെന്ന് എങ്ങനെയാണ് കാണിക്കുന്നത്? f of x1 = f of x2 എന്ന് എടുക്കണം. x1 = x2 എന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വി ഹാവ് ടു ഷോ ദാറ്റ് f ഫ്രം ക്ലോസ്ഡ് -1 1 to capital R given by f of x = x/x + 2 is 1 1. അതിന് അങ്ങനെ കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് ദാറ്റ് f of x1 = f of x2. അതായത് f of x എന്നുള്ള ക്വസ്റ്റ്യനകത്തു നിന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് x1 കൊടുത്ത് f of x1ഉം എക്സിൻ്റെ സ്ഥാനത്ത് x2 കൊടുത്ത് f of x2ഉം എഴുതുന്നു. അപ്പോൾ f of x1 = f of x2 എന്നുള്ളത് എന്താകും? x1 / x1 + 2 = x2 / x2 + 2 വരും. ഇംപ്ലൈസ് അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x1ൻ്റെ കൂടെ x2 + 2 മൾട്ടിപ്ലൈ ചെയ്യുന്നു x2ൻ്റെ കൂടെ x1 + 2. അതിനുശേഷം ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x1 x2 + 2x1 x1 x2 + 2x2. ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന x1 x2 അങ്ങ് ക്യാൻസലായി പോകും. ബാക്കി 2x1 = 2x2 ഇംപ്ലൈസ് x1 = x2. 2 അങ്ങ് ക്യാൻസലായി പോയിട്ട് x1 = x2 എന്ന് കിട്ടും. ദെർഫോർ f ഈസ് 1 1. ഇനി
നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് എഫ്. എഫിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്, കോഡമൈൻ മാറ്റി റേഞ്ച് എഫ് എന്നാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ജി എന്നൊരു ഫംഗ്ഷൻ കൊണ്ടുവരണം. അതിന് നമ്മൾ y ഈസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 എന്ന് എടുക്കുന്നു. ആ y നമ്മൾ സെക്കൻഡ് സെറ്റ് റേഞ്ച് എഫിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി വൈയും എക്സ് ബൈ എക്സ് പ്ലസ് 2 കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. അതിനകത്തുനിന്ന് എക്സ് ഇസ് ഇക്വൽ ടു എന്നുള്ള എക്സ്പ്രഷൻ കൊണ്ടുവന്നിട്ട് അതിനെയാണ് നമ്മൾ ജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ y is equal to x by x plus 2 കൊടുക്കുമ്പോൾ ഈ ഡിനോമിനേറ്ററിൽ വന്ന x plus 2 വൈൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. y ഇൻറ്റു എക്സ് പ്ലസ് 2 ഈസ് ഇക്വൽ ടു എക്സ് വരും. ബ്രാക്കറ്റിനകത്ത് കൊടുക്കുമ്പോൾ xy പ്ലസ് 2y ഈസ് ഇക്വൽ ടു എക്സ് ഇംപ്ലൈസ് എക്സിനെ എല്ലാം ഒരിടത്ത് കൊണ്ടുവരിക. xy മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു 2y ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2y ആവും. ഇനി ലെഫ്റ്റ് സൈഡിൽ എക്സ് കോമൺ എടുക്കുന്നു. എക്സ് ഇൻറ്റു വൈ മൈനസ് 1 ഈസ് ഇക്വൽ ടു മൈനസ് 2y. അതിനകത്ത് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി y മൈനസ് 1 ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഹരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ന്യൂമറേറ്ററിൽ ഒരു മൈനസ് 2y ആയിരുന്നു കിടന്നത്. ആ ന്യൂമറേറ്ററിലുള്ള മൈനസ് നമ്മൾ ഡിനോമിനേറ്ററിൽ വരുന്ന y മൈനസ് 1 കൊടുക്കുമ്പോൾ y മൈനസ് 1 തിരിഞ്ഞു വരും, 1 മൈനസ് y ആകും. അപ്പോൾ നമ്മുടെ എക്സ് ഇസിക്വൽ ടു എന്ത് കിട്ടി? 2y ബൈ 1 മൈനസ് y. അതിനെ നമുക്ക് ജി ഓഫ് y എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് ജി കിട്ടി. ഇനി നമുക്ക് എഫ് കോമ്പസിറ്റ് ജി കണ്ടുപിടിക്കാം. എഫ് കോമ്പസിറ്റ് ജി ഓഫ് y ഇസിക്വൽ ടു ഫോർമുല എഫ് ഓഫ് ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് വൈയുടെ സ്ഥാനത്ത് നമുക്ക് എഫ് ഓഫ് എക്സ് അല്ല ജി ഓഫ് വൈ നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ, കണ്ടുപിടിച്ചിട്ടുണ്ട്. 2y ബൈ 1 മൈനസ് y അത് അപ്ലൈ ചെയ്തു. ഇനി എഫ് ഓഫ് നമുക്കിപ്പോൾ ബ്രാക്കറ്റിൽ കിടക്കുന്നത് 2y ബൈ 1 മൈനസ് y ആണ്. പക്ഷെ നമ്മുടെ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് വന്നേക്കുന്നത്? ബ്ലൂ കളറിൽ തന്നിട്ടുണ്ട്. എക്സ് പുറത്ത് വരുമ്പോൾ ന്യൂമറേറ്ററിൽ എക്സ് ആയിട്ട് നിൽക്കുന്നുണ്ട്, ഡിനോമിനേറ്ററിൽ എക്സ് പ്ലസ് 2 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ എക്സിന് പകരം ഈ എക്സ്പ്രഷനാണ് കിടക്കുന്നത്. അപ്പം ന്യൂമറേറ്ററിൽ ആ എക്സ്പ്രഷൻ അതുപോലെ എഴുതുക. ഡിനോമിനേറ്ററിൽ വരുമ്പോൾ ആ എക്സ്പ്രഷൻ്റെ കൂടെ 2 കൂട്ടണം. ഇനി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും LCM എടുക്കുക. 1 മൈനസ് y ആണ് LCM. LCM എടുത്തതിന് ശേഷം ആ LCM രണ്ടിടത്തു നിന്നും വെട്ടിപ്പോവും. അപ്പം ന്യൂമറേറ്ററിൽ 2y തന്നെ വരും, ഡിനോമിനേറ്ററിൽ 2y പ്ലസ് 2 ഇൻറ്റു ആ LCM ആയിട്ട് എടുക്കുന്ന 1 മൈനസ് y നമ്മൾ 2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 2 ഇൻറ്റു 1 മൈനസ് y. ഇനി ഈസ് ഇക്വൽ ടു 2y ബൈ 2y പ്ലസ് 2 ഇൻറ്റു ആ ബ്രാക്കറ്റിനകത്തേക്ക് 2 മൾട്ടിപ്ലൈ ചെയ്യുക, 2 മൈനസ് 2y. ഇനി ഡിനോമിനേറ്ററിലെ 2yയും മൈനസ് 2yയും കൂടെ വെട്ടിപ്പോവും. ബാക്കി 2y ബൈ 2 ഈസ് ഇക്വൽ ടു y. എഫ് കോമ്പസിറ്റ് ജി വൈനെ മാപ്പ് ചെയ്ത് വൈയിലേക്ക് തന്നെ കൊണ്ടുവന്നു. അപ്പം നമുക്കതിനെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ക്യാപിറ്റൽ I എന്ന് വിളിക്കാം. എവിടുത്തെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്? രണ്ടാമത് എഴുതിയിരിക്കുന്ന ഫംഗ്ഷനായ ജിയുടെ ഡൊമൈൻ. ജി എഫ് നമുക്ക് പോയിരിക്കുന്നത് -1 1ൽ നിന്നും റേഞ്ച് എഫിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ജി എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും പോകുന്നത്? എഫിൻ്റെ കോഡൊമൈനിൽ നിന്നാണ് ജി പോകുന്നത്. അതായത് എഫിൻ്റെ കോഡൊമൈൻ ആയിരിക്കും ജിയുടെ ഡൊമൈൻ. അപ്പോൾ റേഞ്ച് എഫിലെ ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഫ് കോമ്പസിറ്റ് ജി ഇസിക്വൽ ടു ഐ റേഞ്ച് എഫ് എന്ന് കിട്ടും. അടുത്തത് ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇസിക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് ബ്രാക്കറ്റിനുള്ളിൽ, ജിയുടെ ബ്രാക്കറ്റിനുള്ളിൽ വന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, എക്സ് ബൈ എക്സ് പ്ലസ് 2 അത് എഴുതുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ജി ഓഫ് എക്സ് ബൈ എക്സ് പ്ലസ് 2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ജി ഓഫ് ഒരു എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ജി ഓഫ് വൈ അറിയാം. ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ 2y ബൈ 1 മൈനസ് y. അതായത് y പുറത്ത് വരുമ്പോൾ ന്യൂമറേറ്ററിൽ 2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അത് 1ൽ നിന്ന് മൈനസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ജി ഓഫ് ബ്രാക്കറ്റിലുള്ള ആ എക്സ്പ്രഷൻ്റെ ആൻസർ വരേണ്ടത് ന്യൂമറേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 1ൽ നിന്ന് കുറയ്ക്കണം. അപ്പോൾ ആ എക്സ്പ്രഷൻ ന്യൂമറേറ്ററിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ വന്നപ്പോൾ 1ൽ നിന്ന് ആ എക്സ്പ്രഷൻ കുറച്ചു. ഇവിടെ ഇപ്പോൾ വീണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിനും ഫ്രാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ LCM എടുക്കുന്നു. എക്സ് പ്ലസ് 2 ആണ് LCM. എന്നിട്ട് LCM എടുത്തിട്ട് LCM രണ്ടിടത്തുനിന്നും ക്യാൻസലായി പോകും. അപ്പോൾ ന്യൂമറേറ്ററിനകത്ത് 2x വരും, ഡിനോമിനേറ്ററിൽ LCM എക്സ് പ്ലസ് 2 1നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2 മൈനസ് ന്യൂമറേറ്ററായിട്ടുള്ള എക്സ്. LCM അങ്ങ് ക്യാൻസലായി പോയി. ഇനി ഡിനോമിനേറ്ററിൽ എക്സും മൈനസ് എക്സും കൂടെ വെട്ടിപ്പോകും. ബാക്കി ന്യൂമറേറ്ററിൽ നിന്ന് 2x ബൈ 2, 2ഉം 2ഉം കൂടെ വെട്ടിപ്പോയി കഴിയുമ്പോൾ ആൻസർ എക്സ്. അപ്പോൾ എക്സിലേക്ക് തന്നെയാണ് ജി കോമ്പസിറ്റ് എഫ് മാപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇവിടുത്തെ ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എഫ് ആണ്. എഫിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഐ ക്ലോസ്ഡ് -1 1 എന്ന് എഴുതാം. ദെയർഫോർ എഫിൻ്റെ ഇൻവേഴ്സ് ആരാണ്? ജി ആണ്.
അതുകൊണ്ട് ജി ഓഫ് എക്സ് നമ്മൾ ജി ഓഫ് വൈ എന്നാണ് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. വൈയുടെ സ്ഥാനത്ത് എക്സ് കൊടുത്ത് ലാസ്റ്റ് നമ്മളത് ജി ഓഫ് എക്സ് ആക്കി എഴുതണം. ജി ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു 2x ബൈ 1 മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു എഫ് ഇൻവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ബി ആൻ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ഷോ ദാറ്റ് എഫ് ഹാസ് യുണീക്ക് ഇൻവേഴ്സ്. എഫ് എന്ന് പറയുന്നത് ഒരു ഇൻവേർട്ടിബിൾ ഫംഗ്ഷനാണ്. എഫിന് ഇൻവേഴ്സ് ഉണ്ട്. ഷോ ദാറ്റ് എഫ് ഹാസ് യുണീക്ക് ഇൻവേഴ്സ്. എഫിൻ്റെ ഇൻവേഴ്സ് യുണീക്കാണ് എന്ന് കാണിക്കണം. അതായത് എഫിന് ഒരേ ഒരു ഇൻവേഴ്സേ ഉള്ളൂ എന്ന് കാണിക്കണം. ഒരേ ഒരു ഇൻവേഴ്സേ ഉള്ളൂ എന്ന് കാണിക്കാൻ നമ്മൾ 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് ആദ്യം എടുക്കും. എന്നിട്ട് ആ 2 ഇൻവേഴ്സ് ഒന്ന് തന്നെ ആണെന്ന് കൊണ്ടുവരും. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആൻസർ, സപ്പോസ് ദാറ്റ് എഫ് ഹാസ് 2 ഇൻവേഴ്സസ് സേ ജി ആൻഡ് എച്ച്. ജിയും എച്ചും എഫിൻ്റെ 2 ഇൻവേഴ്സുകളാണെന്ന് എടുത്തു. ഇനി ഓരോരുത്തരെയായിട്ട് എടുത്തിട്ട് അതിൻ്റെ കണ്ടീഷൻ കൊടുക്കാം. സിൻസ് ജി ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് എഫ്, ജി ഇൻവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എഫ് കോമ്പസിറ്റ് ജി ഓഫ് വൈ എന്ന് പറയുന്നത് ഐ വൈ ആയിരിക്കും. ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഐ എക്സ് ആയിരിക്കും. അതായത് എഫ് കോമ്പസിറ്റ് ജിയും ജി കോമ്പസിറ്റ് എഫും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആയിരിക്കും. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. അടുത്തത് എച്ച് എടുത്തിട്ട് എങ്ങനെ പറയാം? സിൻസ് എച്ച് ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് എഫ്, നമുക്ക് പറയാം എഫ് കോമ്പസിറ്റ് എച്ച് ഓഫ് വൈ ഇസ് ഇക്വൽ ടു ഐ വൈ ആൻഡ് എച്ച് കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഇക്വൽ ടു ഐ എക്സ്. അതായത് എഫ് കോമ്പസിറ്റ് എച്ചും എച്ച് കോമ്പസിറ്റ് എഫും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് ആയിരിക്കും. അതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൻ്റെയും 2ൻ്റെയും ഫസ്റ്റ് പാർട്ടൊന്ന് നോക്കിയേ. എഫ് കോമ്പസിറ്റ് അതിൻ്റെ 2ൻ്റെ ആൻസർ ഐ വൈ എന്നാണ് കിട്ടിയേക്കുന്നത്. ആ ഐ വൈ എന്ന് കിട്ടിയേക്കുന്ന 2 എണ്ണം കൂടെ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്യാം. ഫ്രം 1 and 2 എഫ് കോമ്പസിറ്റ് ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു എഫ് കോമ്പസിറ്റ് എച്ച് ഓഫ് വൈ. അത് രണ്ടും ഐ വൈ ആണ്. ഇനി നമ്മൾ 2 സ്ഥലത്തും നമ്മൾ ഫോമുല അപ്ലൈ ചെയ്യുന്നു. എഫ് ഓഫ് ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എച്ച് ഓഫ് വൈ. ഫോമുല കോമ്പസിറ്റിൻ്റെ ഫോമുല അപ്ലൈ ചെയ്തു. ഇനി നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് എഫ് എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണെന്ന്. എഫ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ എഫ് എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? അത് 1 കൊണ്ട് ഫംഗ്ഷൻ ആയിരിക്കും, ബൈജക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് എഫ് 1 ആണ്. 1 ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? എഫിൻ്റെ 2 വാല്യൂസ് ഈക്വൽ ആണെന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റിനുള്ളിലെ 2 വാല്യൂസും ഈക്വൽ ആണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. എഫ് ഓഫ് എക്സ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് 1 ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എക്സ് 2 ആണെങ്കിൽ എക്സ് 1 ഇസ് ഇക്വൽ ടു എക്സ് 2 എന്ന് ബ്രാക്കറ്റിനുള്ളിലെ 2 പേരെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതാണ് 1 കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എഫ് 1 ആയതുകൊണ്ട് ബ്രാക്കറ്റിനുള്ളിൽ ബ്ലൂ കളറിൽ തന്നിരിക്കുന്ന 2 പേരെയും കൂടെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതുകൊണ്ട് എഫ് ഓഫ് ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു എഫ് ഓഫ് എച്ച് ഓഫ് വൈ ഇംപ്ലൈസ് എന്ത് പറയാം? ബ്രാക്കറ്റിനുള്ളിലെ ജി ഓഫ് വൈ ഇസ് ഇക്വൽ ടു എച്ച് ഓഫ് വൈ എന്ന് എഴുതാം. അതായത് ജി ഇസ് ഇക്വൽ ടു എച്ച് ആണ്. അപ്പോൾ ജിയും എച്ചും 2 ഇൻവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എടുത്തു. ജി ആൻഡ് എച്ച് ആർ ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. വിച്ച് മീൻസ് ദാറ്റ് ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് യുണീക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ എഫ് ഫ്രം സെറ്റ് 1 to 3 to set a b c given by f of 1 is equal to a, f of 2 is equal to b and f of 3 is equal to c. Find f inverse and show that f inverse the whole inverse is equal to f. 1 2 3 എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്നും എ ബി സി എന്ന് പറയുന്ന മറ്റൊരു സെറ്റിലേക്കാണ് എഫ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിഫൈൻ ചെയ്ത് കിട്ടുന്ന വാല്യൂസ് അങ്ങ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 1 is equal to a എന്ന് വെച്ചാൽ 1നെ എഫ് മാപ്പ് ചെയ്ത് എയിലേക്ക് കൊണ്ടുപോകുന്നു. എഫ് ഓഫ് 2 is equal to b, 2നെ മാപ്പ് ചെയ്ത് ബിയിലേക്ക് കൊണ്ടുപോകുന്നു. എഫ് ഓഫ് 3 is equal to c, 3നെ മാപ്പ് ചെയ്ത് സിയിലേക്ക് കൊണ്ടുപോകുന്നു. ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ എഫ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് തന്നെയാണ് എന്ന് കാണിക്കണം. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് തന്നത് വെച്ച് നമുക്ക് അവരെ ഓർഡേർഡ് പെയറായിട്ട് ഫംഗ്ഷൻ എഴുതാൻ പറ്റും. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1നെ എയിലേക്ക്, എഫ് ഓഫ് 1 is equal to a എന്ന് പറഞ്ഞാൽ 1നെ എയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അവിടുത്തെ ഓർഡേർഡ് പെയർ 1a ആയിരിക്കും. എഫ് ഓഫ് 2 is equal to b എന്ന് പറഞ്ഞാൽ 2നെ ബിയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ ഓർഡേർഡ് പെയർ 2b, അടുത്ത ഓർഡേർഡ് പെയർ 3c. ഇനി എഫ് ഇൻവേഴ്സ് ഇങ്ങനെ തരുന്നിടത്ത് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? എഫ് ഇൻവേഴ്സ് കാണാൻ ഓർഡേർഡ് പെയർ തിരിച്ചിട്ടാൽ മതി. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഓരോ ഓർഡേർഡ് പെയറും തിരിച്ചിടുന്നു. 1a എന്നുള്ളത് a1 ആകും, 2b എന്നുള്ളത് b2 ആകും, 3c എന്നുള്ളത് c3 ആകും. ഇനി നമുക്ക് കാണേണ്ടത് എഫ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സാണ്. അതായത് ഇപ്പോൾ എഴുതിയതിൻ്റെ ഇൻവേഴ്സ്. അത് കണ്ടുപിടിക്കാൻ വീണ്ടും ഈ രണ്ടാമത് എഴുതിയ ഓർഡേർഡ് പെയറിനെ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു തിരിച്ചിടുമ്പോൾ വീണ്ടും സെറ്റ് ഓഫ് ഓർഡേർഡ് പെയർ 1a 2b 3c എന്ന് വരും. അതാര് തന്നെയാണ്? നമ്മൾ ഇക്വേഷൻ നമ്പർ 1ൽ എഴുതിയ എഫ് തന്നെയാണത്. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എഫ്. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഫ്രം എൻ ടു ആർ be a function defined as f of x is equal to 4x square plus 12x plus 50. Show that f from n to s, where s is the range of f, is invertible. Find the inverse of f. ഇവിടെ ആദ്യം എഫിനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിൽ നിന്നും റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനാണ് 4x square plus 12x plus 15.
ഇനി നമുക്ക് കാണിക്കേണ്ടത് എഫിനെ ക്യാപിറ്റൽ എന്നിൽ നിന്നും എസ്സിലേക്ക് ഡിഫൈൻ ചെയ്താൽ, എസ് എന്ന് പറയുന്നത് എഫിൻ്റെ റേഞ്ചാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റേഞ്ചും കോഡൊമൈനും ഈക്വലാക്കി എഫിനെ രണ്ടാമത് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. ആ സെറ്റിൽ എഫ് ഇൻവേർട്ടിബിൾ ആണ് എന്ന് കാണിക്കണം. എന്നിട്ട് എഫിൻ്റെ ഇൻവേഴ്സും കണ്ടുപിടിക്കണം. അതായത് രണ്ടാമത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പാർട്ടിൽ എഫ് ഇൻവേർട്ടിബിൾ ആണെന്ന് കാണിക്കണം. അതായത് 1 1 on 2 ആണ്, അല്ലെങ്കിൽ എഫ് കോമ്പസിറ്റ് ജി = ജി കോമ്പസിറ്റ് എഫ് എന്ന് രണ്ടും കൂടി ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് കാണിക്കണം. അതാണ് ഇൻവേർട്ടിബിൾ. നമുക്ക് ചെയ്യാം. നമ്മൾ രണ്ടാമത്തെ സെറ്റായിട്ട് എടുക്കുന്നത് രണ്ടാമത് ഡിഫൈൻ ചെയ്ത പോർഷനിൽ നിന്നാണ്. ലെറ്റ് സ്മോൾ വൈ എലമെൻറ്റ് ക്യാപിറ്റൽ എസ്. നമുക്കറിയാം y = f(x) ആണ്. f(x)നെ ഇവിടെ ക്വാഡ്രാറ്റിക് ആയിട്ടാണ് 4x² + 12x + 15 എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ആദ്യത്തേതും അവസാനത്തേതും കൂടി നമ്മൾ ഒന്നിച്ചെടുക്കുന്നു. y = 4x² + 12x + 15. ഈ 15നെ നമ്മൾ 9 + 6 എന്ന് എഴുതുന്നു. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ 3 പാർട്ടിനെ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ y = 4x² + 12x + 9 എന്ന് പറയുന്നത് ബ്രാക്കറ്റ് ഇട്ട് ഒന്നിച്ചെടുത്തു, +6 എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തു. ഇനി ആദ്യത്തെ 3 ടേമും കൂടെ ചേർത്ത് നമുക്കതിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റും. 2x + 3² + 6 എന്ന് നമുക്ക് മൊത്തത്തിനെയും കൂടെ എഴുതാം. ആദ്യത്തെ ബ്രാക്കറ്റിനെ മാത്രം 2x + 3² എന്നാക്കാം, +6 അതുപോലെ എഴുതി. അപ്പം നമുക്കറിയാം y = f(x) എന്നും പറഞ്ഞ് ആദ്യം തന്ന ആ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ തന്നെയാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്ന 2x + 3² + 6. കാരണം അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതി ഒന്ന് മാറ്റിയൊന്ന് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. ആ എക്സ്പ്രഷൻ തന്നെയാണ് എഴുതിയേക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതും y = f(x) തന്നെയാണ്. ആദ്യം കാണിച്ചിരിക്കുന്ന ബ്ലൂ കളറിൽ തന്നതും y = f(x) തന്നെയാണ്. അപ്പോൾ f(x)ൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ആദ്യത്തെ എക്സ്പ്രഷൻ വേണമെങ്കിലും എഴുതാം. രണ്ടാമത് തന്നിരിക്കുന്ന നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയ എക്സ്പ്രഷൻ വേണമെങ്കിലും എഴുതാം. ഇനി നമ്മൾ അതിനകത്തുനിന്ന് ജി കണ്ടുപിടിക്കണമല്ലോ. എങ്കിലാണെങ്കിൽ അല്ലേ നമുക്ക് എഫ് കോമ്പസിറ്റ് ജിയും ജി കോമ്പസിറ്റ് എഫും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് x = എന്നുള്ള ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയ y = 2x + 3² + 6 എന്നുള്ള ആ എക്സ്പ്രഷനകത്തുനിന്ന് 6നെ അപ്പുറത്ത് കൊണ്ടുപോയി കുറച്ചു. അപ്പോൾ y - 6 = 2x + 3² ആയി. ഇനി രണ്ടിടത്തും സ്ക്വയർ റൂട്ട് എടുത്തു. അപ്പോൾ 2x + 3² എന്നുള്ളിടത്ത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 2x + 3 ആകും. അപ്പുറത്തെ സൈഡിൽ റൂട്ട് എടുക്കുമ്പോൾ √y - 6 ആവും. ഇനി അതിനകത്തുനിന്ന് 2x കണ്ടുപിടിക്കാം. +3 എന്നുള്ളത് 2xൻ്റെ കൂടെ ഉണ്ടായിരുന്ന 3 ഇപ്പുറത്ത് കൊണ്ടുവന്ന് കുറച്ചു. √y - 6 - 3. ഇനി അതിൽ നിന്ന് x കണ്ടുപിടിക്കാൻ മൊത്തത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ x = എന്നുള്ള ഒരു എക്സ്പ്രഷൻ നമ്മൾ കൊണ്ടുവന്നു. അതിനെ നമുക്ക് g(y) എന്ന് വിളിക്കാം. ഇനി നമ്മൾ എഫ് കോമ്പസിറ്റ് ജി കണ്ടുപിടിക്കുന്നു. എഫ് കോമ്പസിറ്റ് g(y) = f of g(y) = f of g(y)യുടെ സ്ഥാനത്ത് നമ്മളിപ്പോൾ കിട്ടിയ ആ എക്സ്പ്രഷൻ എഴുതുക. x = എന്ന് പറഞ്ഞ് കിട്ടിയ ആ എക്സ്പ്രഷൻ നമ്മൾ എഴുതണം. അപ്പോൾ f of x എന്നുള്ളിടത്താണ് f of ആ ഒരു എക്സ്പ്രഷൻ നമുക്ക് വന്ന് നിൽക്കുന്നത്. ഇനി f of x എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമ്മൾ f of x എന്നുള്ള സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നിടം എടുത്താൽ മതി. y = 2x + 3² + 6 എന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നല്ലോ, അവിടെ എടുത്താൽ മതി. അവിടെ എങ്ങനെയാണ് x വന്നിരിക്കുന്നത്? 2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, +3 എടുത്തു, എന്നിട്ട് മൊത്തത്തിൻ്റെയും കൂടെ സ്ക്വയർ എടുത്തു, +6. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷനെ എന്ത് ചെയ്യണം? 2ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, +3 എടുക്കണം, എന്നിട്ട് അത്രയും പാർട്ടിൻ്റെ സ്ക്വയർ എടുക്കുക, +6. അങ്ങനെ വരുമ്പോഴാണ് f of എന്നുള്ള ആ എക്സ്പ്രഷൻ നമുക്ക് ആൻസർ ആവുന്നത്. ഇനി നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കിയ 2ഉം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുമുള്ള 2 അങ്ങ് ക്യാൻസലായിപ്പോൾ ബാക്കി √y - 6 - 3 +3 അത്രേൻ്റെ സ്ക്വയർ +6. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് ഈ സ്ക്വയറിനകത്ത് കിടക്കുന്ന +3യും -3യും കൂടെ വെട്ടിപ്പോകും. ബാക്കി √y - 6² +6 ആവും. ഇനി √y - 6² എന്താവും? റൂട്ടും സ്ക്വയറും കൂടെ അങ്ങ് പോയിട്ട് y - 6 ആവും. വെളിയിലൊരു +6 ഉണ്ട്, -6ഉം +6ഉം കൂടെ പോയിട്ട് ബാക്കി y എന്ന് വരും. അപ്പോൾ എഫ് കോമ്പസിറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ y എന്ന എലമെൻറ്റിനെ yയിലേക്ക് തന്നെ മാപ്പ് ചെയ്തു. അതുകൊണ്ട് ഇതിനെ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓഫ് എസ് ആണെന്ന് വിളിക്കാം. അടുത്തത് ജി കോമ്പസിറ്റ് എഫ് കണ്ടുപിടിക്കുന്നു. ജി കോമ്പസിറ്റ് എഫ് ഓഫ് എക്സ് = g of f of x = f of x-ൻ്റെ സ്ഥാനത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്ന എക്സ്പ്രഷൻ എഴുതി. 2x + 3² + 6. ഇനി ജി ഓഫ് ആ എക്സ്പ്രഷനാണ് നമുക്ക് എഴുതേണ്ടത്. ജി ഓഫ് y എന്തുവായിരുന്നു? നമ്മുടെ റെഡ് കളറിൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. ജി ഓഫ് y എന്ന് പറയുന്നത് √y - 6 - 3/2. അതായത് y പുറത്ത് വന്നപ്പോൾ എന്തായി? റൂട്ടിനകത്ത് y - 6 എന്നാക്കി, പിന്നെ -3 ചെയ്തു, √2.
അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷനെ എന്ത് ചെയ്യണം, ആ എക്സ്പ്രഷനെ മൊത്തവും കൂടി റൂട്ടിനകത്താക്കണം, എന്നിട്ടൊരു -6 ചെയ്യണം. അത്രയും റൂട്ടിനകത്ത് സംഭവിക്കേണ്ടതാണ്. പിന്നെ -3 /2 ഇത്രയും നമ്മൾ എഴുതി. ഇനി റൂട്ടിനകത്തൊരു +6 -6 വരുന്നുണ്ട്, അവരെ രണ്ടുപേരെയും കൂടെ ക്യാൻസലാക്കുന്നു. ബാക്കി റൂട്ടിനകത്ത് 2x + 3² പിന്നെ വെളിയിൽ -3 /2. ഇനി റൂട്ടും ഈ സ്ക്വയറും കൂടെ ക്യാൻസലായി പോകും. ബാക്കി 2x + 3 -3 /2. ഇവിടെ വീണ്ടും ന്യൂമറേറ്ററിൽ +3 -3 കൂടെ വെട്ടിപ്പോകും. അപ്പം ബാക്കി വരുന്നത് 2x/2. 2ഉം 2ഉം വെട്ടിപ്പോയി കഴിയുമ്പോൾ ബാക്കി x. അപ്പോൾ ജി കോമ്പസിറ്റ് എഫ് എന്ന് പറയുന്നത് എക്സിനെ മാപ്പ് ചെയ്ത് എക്സിലേക്ക് തന്നെ കൊണ്ടുപോയി. അപ്പോൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ എഫ് കോമ്പസിറ്റ് ജിയും ജി കോമ്പസിറ്റ് എഫും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻസ് കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഇൻവേഴ്സ് ഓഫ് എഫ് ഈസ് ജി. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് എന്തുവാ, ജി ഓഫ് എക്സ് ആണ്. ജി ഓഫ് വൈ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വൈയുടെ സ്ഥാനത്ത് എക്സ് കൊടുത്ത് ജി ഓഫ് എക്സ് ആക്കി എഴുതണം. √(x - 6 - 3)